അൾട്രാ ലക്ഷറി സൗകര്യങ്ങളുമായി ഒളിമ്പസ് രണ്ടാം പതിപ്പ് അവതരിപ്പിച്ച ഹൈലൈറ്റ് ഗ്രൂപ്പ്. ഹൈലൈറ്റ് ഒളിമ്പസ് 2 എന്ന പേരിലാണ് പുതിയ റെസിഡൻഷ്യൽ ടവർ നിർമ്മാണം ആരംഭിക്കുന്നത്. നിരവധി പ്രത്യേകതകളുള്ള മെഗാ പ്രൊജക്ടാണ് ഇതെന്ന് ഹൈലൈറ്റ് ഗ്രൂപ്പ് അറിയിച്ചു. ലോകോത്തര നിലവാരത്തിൽ ഹൈലൈറ്റ് സിറ്റിയിൽ ഉയർന്ന റെസിഡൻഷ്യൽ പദ്ധതിയായ ഹൈലൈറ്റ് ഒളിമ്പസ് പാർപ്പിട സമുച്ചയം വമ്പിച്ച ശ്രദ്ധയാണ് നേടിയത്. ഇതിന്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം പതിപ്പ് ഹൈലൈറ്റ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നത്. ആഗോള നിലവാരത്തിലുള്ള ജീവിത രീതിയാണ് ഒളിമ്പസിലൂടെ പരിചയപ്പെടുത്തുന്നതെന്ന് ഹൈലൈറ്റ് ബിൽഡേഴ്സ് CEO മുഹമ്മദ് ഫസീം പറഞ്ഞു. We have the largest terrace recreation floor in India. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ടെറസ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആവും ഈ ഒളിമ്പസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വരുന്നുണ്ടാവാം. ശരിക്കും മോർ ദാൻ ലക്ഷറി അമ്യൂണിറ്റീസ് ആണെങ്കിലും ലക്ഷറി ആണെങ്കിലും നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാൽ പോലും ഞങ്ങളൊരു ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭാഗമായിട്ട് ഒരു മാക്സിമം ഗ്രീനറി സ്പേസ് കൊടുത്തു. ശരിക്കും 70% സ്പേസും ലാൻഡ് ഏരിയൻ്റെ 70% ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അതേപോലെ മാക്സിമം ഓപ്പൺ സ്പേസും വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. IGBC പ്ലാറ്റിനം സ്പെക്കിലാവും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ പ്ലാറ്റിനം സ്പെക്ക് ഏറ്റവും മാക്സിമം നല്ല സ്പെക്കിലാവും ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവുക. 32 നിലകളിലായി 934 ചതുരശ്ര അടി മുതൽ 2733 ചതുരശ്ര അടി വരെയുള്ള 412 അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ടവർ പൂർത്തീകരിക്കുന്നതോടെ 22,62,639 ചതുരശ്ര അടിയിൽ 2 ടവറുകളിലായി 938 അപ്പാർട്ട്മെന്റുകൾ ഒളിമ്പിക്സ് മെഗാ പ്രോജക്റ്റിൽ ഉണ്ടാകും. സ്ഥപതി ആർക്കിടെക്ട്സ് ആണ് 65 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഹൈലൈറ്റ് സിറ്റിയുടെ ഭാഗമായ ഒളിമ്പസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹൈലൈറ്റ് ഗ്രൂപ്പ് CEO അജിൽ മുഹമ്മദ്, ഡയറക്ടർ നിമാസ് സുലൈമാൻ, ഹൈലൈറ്റ് ബിൽഡേഴ്സ് AGM S പ്രവീൺ തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.